സന്തോഷവാനായ ഒരു ഗുരുവിൻ്റെ അടുക്കൽ ഒരാളെത്തി ഗുരുവിനോട് ചോദിച്ചു, എപ്പോഴും സന്തോഷവാനായി മാത്രമേ അങ്ങയെ ഞാൻ കണ്ടിട്ടുള്ളൂ. എങ്ങനെയാണ് ഇതുപോലെ എല്ലാ സമയത്തും സന്തോഷവാനായിരിക്കാൻ കഴിയുക? അതിൻ്റെ രഹസ്യമൊന്ന് പഠിപ്പിച്ചു തന്നാലും. ഗുരു അവനോട് പറഞ്ഞു, നീ പോയി ചന്തയിൽ ചെന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തണ്ണിമത്തൻ വാങ്ങി നിൻ്റെ തലയിൽ വെച്ച് ഇവിടെ കൊണ്ടുവരിക. അവൻ യാത്രയായി വലിയൊരു തണ്ണിമത്തൻ വാങ്ങി അവൻ തലയിൽ വെച്ച് യാത്ര ആരംഭിച്ചു. ആദ്യം അവനത് വലിയ ഭാരമായി തോന്നിയെങ്കിലും ക്രമേണ അത് അവൻ്റെ യാത്രയുടെ ഭാഗമായി അവൻ മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ അതിനെ ഗൗനിക്കാതെയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ തലയിൽ തണ്ണിമത്തൻ ചുമന്നുകൊണ്ട് പോകുന്ന ഇവനെ നോക്കി നാട്ടുകാർ പരിഹസിക്കാൻ തുടങ്ങി. ആദ്യം അവന് അത് വളരെ വേദന അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ക്രമേണ അവൻ അത് യാത്രയുടെ ഭാഗമായി അതിനെ ഗൗനിക്കാതെ യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേർ ഇങ്ങനെ തണ്ണിമത്തൻ ചുമന്നുകൊണ്ട് പോകുന്ന അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൈയടിക്കാൻ തുടങ്ങി. ആദ്യം അവന് വലിയ ആനന്ദം തോന്നിയെങ്കിലും പിന്നീടും അത് യാത്രയുടെ ഭാഗമായി അവൻ മനസ്സിലാക്കി അതിനെയും ഗൗനിക്കാതെ യാത്ര തുടർന്നു. അവസാനം ഗുരുസന്നിധിയിലെത്തിയപ്പോൾ ഗുരു പറഞ്ഞു, ഇത് തന്നെയാണ് ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുന്നതിൻ്റെ രഹസ്യം. അത്ഭുതത്തോടെ അവനെ നോക്കുമ്പോൾ ഗുരു പറഞ്ഞു, ആദ്യം നീ തണ്ണിമത്തനെടുത്ത് തലയിൽ വെച്ചപ്പോൾ നിനക്ക് ഭാരമായി തോന്നിയില്ലേ? ക്രമേണ നീ അതിനെ ഗൗനിക്കാതെയായി. ഭാരം നിനക്ക് ലഘുവായി തോന്നി. ആദ്യം പരിഹാസം നിനക്ക് പ്രയാസമായി തോന്നി. കുറേ കഴിഞ്ഞപ്പോൾ പരിഹാസവും നിനക്ക് ലഘുവായി തോന്നി. പിന്നീട് കുറേ പ്രോത്സാഹനം നിനക്ക് ആനന്ദമായി തോന്നി. കുറേ കഴിഞ്ഞപ്പോൾ അതും നിന്നെ ഗൗനിക്കാതെയായി. ഇങ്ങനെയായി തീർന്നാൽ നിന്റെ ജീവിതത്തിൽ എപ്പോഴും നിനക്ക് സന്തോഷിക്കാൻ കഴിയും. പ്രിയരെ, ഗുരു പകർന്നു തരുന്ന പാഠം മറ്റൊന്നുമല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹാസങ്ങളും ഒന്നും ഇല്ലാതിരിക്കുകയല്ല സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. അതിനെയൊക്കെ അതിജീവിക്കുവാൻ തക്ക ശക്തിയുള്ള ഒരു കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെയും ദുഃഖങ്ങളെയും പരിഹാസങ്ങളെയും ഓർത്ത് മനസ്സ് തളർത്താതിരിക്കാം. അങ്ങനെ നമുക്കും എപ്പോഴും സന്തോഷമുള്ള മനുഷ്യരായി മാറാമെന്നേ. ഗോഡ് ബ്ലെസ് യു.